എല്ലാവർക്കും നമസ്കാരം. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ വിഷു ആശംസകളും നേരുന്നു. ഈ വർഷം വിഷു നമ്മൾ ആഘോഷിക്കുന്നത് ഏപ്രിൽ 15-ാം തീയതിയാണ്. ഇത് തികച്ചും വ്യത്യസ്തമാണ് എല്ലാ വർഷത്തേക്കാളിൽ നിന്നും. എല്ലാ വർഷവും വിഷു ആഘോഷിക്കാറ് ഏപ്രിൽ 14 ഈ വർഷം എന്തുകൊണ്ടാണ് വിഷു ആഘോഷം ഏപ്രിൽ 15 മാറ്റിയത് എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. മാറ്റിയതല്ല, നമ്മുടെ വിഷു ആഘോഷം ഒരിക്കലും ഇംഗ്ലീഷ് മാസ കലണ്ടറിനെ ബേസ് ചെയ്തിട്ടല്ല, അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. പിന്നെ മലയാള മാസത്തിലെ സംക്രമണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം മലയാളം മേടമാസം 1-ാം തീയതി അല്ലെങ്കിൽ വിഷു സംക്രമം നടക്കുന്നത് ഈ വർഷം 14-ാം തീയതി 9:30 ഓടായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വിഷു ആഘോഷിക്കുക അടുത്ത ദിവസം വരെയുണ്ട്. അങ്ങനെയാണ് വിഷു 15-ാം തീയതിയിലേക്ക് ഈ വർഷം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വിഷു ആഘോഷം സമൃദ്ധിയുടെ ആഘോഷമാണ്. നമ്മൾ മതിമറന്ന് ആഹ്ലാദിക്കുന്ന. അപ്പോൾ ഓണമൊക്കെ തികച്ചും റൈനി സീസണിലാണെങ്കിൽ വിഷു ഊഷ്മളതയുടെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് മാനസികമായും ശാരീരികമായിട്ടും നമ്മൾ ആഘോഷിക്കുന്ന ഏറ്റവും രസകരമായ ഒരു ആഘോഷമായിട്ട് എനിക്ക് വിഷുവിനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ചക്ക, മാങ്ങ മുതലായ ഫലവൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ പഴുത്ത് തൂങ്ങി നിൽക്കുന്ന കാലഘട്ടം. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളീയക്കാർ ആഘോഷിക്കുന്ന ഒന്നാണ് ഈ വിഷു സുദിനം. ഈ വിഷു സുദിനത്തിനുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും അതിനെക്കുറിച്ചുള്ള രീതികളെക്കുറിച്ചുമൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ PVN ഗ്ലോബലിൽ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വിഷുക്കണി എങ്ങനെ ഒരുക്കണമെന്നും എന്തൊക്കെയാണ് വിഷു ആഘോഷത്തിൻ്റെ പ്രാധാന്യങ്ങളെന്നും ഒക്കെ ആ വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ വർഷം അതിന് തികച്ചും വ്യത്യസ്തമായിട്ട് ഞാൻ പുതിയൊരു അറിവുമായിട്ടാണ് പുതിയ അറിവല്ല, ചിലർക്കൊക്കെ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഈ വിഷു ആഘോഷം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒട്ടനെ കയറി വരുന്ന ഒന്നാണ് ഈ വിഷുക്കൊന്ന പൂക്കളുമായിട്ടുള്ളത്. അല്ലേ, ഇപ്പൊക്കെ ചൈനയിൽ നിന്നാണ് വരുന്നതെങ്കിലും വിഷുക്കൊന്ന പൂത്തു നിൽക്കുന്നത് കാണാൻ തന്നെ എന്തോ ഒരു ആനന്ദ നിർവൃതിയാണ്. അപ്പോൾ എന്താണ് വിഷുവും വിഷുക്കൊന്ന പൂവും തമ്മിലുള്ള ബന്ധം? എന്തുകൊണ്ടാണ് വിഷു സുദിനത്തിൽ നമ്മൾ കണി കാണാൻ ഈ കൊന്നപ്പൂവിനെ മാത്രം തിരഞ്ഞെടുക്കാൻ കാരണം? മറ്റു പൂക്കളും വെക്കാറുണ്ട്, പക്ഷെ എങ്കിൽ കൂടി നമ്മൾ ഈ കൊന്നയ്ക്ക് അതിപ്രാധാന്യം നൽകാനുള്ള കാരണം അതിനൊരു ഐതിഹ്യ കഥ പറയുന്നുണ്ട്. ഐതിഹ്യ കഥ എന്ന് പറയുന്നത് രാമായണ കാലഘട്ടത്തിലേക്കാണ് ആ കഥ പോകുന്നത്. നിങ്ങൾക്കറിയാം, ശ്രീരാമൻ ബാലിയെ നിഗ്രഹിച്ച് വധിച്ചത് എങ്ങനെയാണ്? ഒരു വൃക്ഷത്തെ സാക്ഷി, അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ആണ് അമ്പ് ചെയ്ത് ബാലിയെ കൊന്നത്. അപ്പോൾ ഈ ബാലിയെ കൊല്ലാൻ വേണ്ടി ശ്രീരാമചന്ദ്രൻ തിരഞ്ഞെടുത്ത വൃക്ഷമായിരുന്നു അത്രേ ഈ കൊന്ന. അല്ലെങ്കിൽ ഒരു കൊന്ന മരത്തിൻ്റെ സൈഡിൽ ചാരി നിന്നുകൊണ്ടാണ് ഒളിയമ്പ് എഴുതിക്കൊണ്ട് ബാലിയെ. അപ്പോൾ അവിടെ ചോദ്യം വരുന്നത്, ഇന്നും അന്നും ഒരുപാട് തർക്കവിതർക്കങ്ങൾ വന്ന ഒരു ചോദ്യമാണ്, ബാലി എന്താ ശ്രീകൃഷ്ണൻ ചെയ്ത അപരാധം? എന്തിനാണ് ശ്രീരാമചന്ദ്രൻ ചെയ്ത അപരാധം? ബാലി എന്തുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ വധിച്ചത്? അല്ലേ, കോടതിയിൽ ഇന്നും വിസ്തരിക്കുന്ന ഒന്നാണ്. ശരിക്ക് ബാലിയും സുഗ്രീവനും അല്ലേ ഉള്ളൂ പക. ശരിക്കും എന്തുകൊണ്ടാണ്? അതൊക്കെ നമ്മൾ ശ്രീരാമ കഥയിലേക്ക് വ്യാഖ്യാനത്തിലേക്ക് പോകുമ്പോഴാണ് ചർച്ച വിതർക്കങ്ങളൊക്കെ ചെയ്യാറ്. ഇവിടെ നമ്മുടെ വിഷയം അതല്ല, കൊന്ന പൂവാണ്. അപ്പൊ ഈ കൊന്ന മരത്തിനൊരു ദുഃഖം വന്നു. പിന്നീട് ഞാനാലാണല്ലോ ശ്രീരാമചന്ദ്രൻ ബാലിയെ വധിച്ചത്. മഹാകഷ്ടമായി, വലിയ അപരാധമായി. ഉടനെ തപസ് ചെയ്തു. അങ്ങനെ ശ്രീരാമചന്ദ്രൻ പ്രത്യക്ഷപ്പെടുകയും ബാലി നമ്മുടെ കൊന്നമരത്തോട് പറയുകയും ചെയ്തു അത്രേ, ഇതിൽ നീ ദുഃഖിക്കണ്ട, കാരണം നിന്നെ എല്ലാവരും ആരാധിക്കുന്ന ഒരു അനുഗ്രഹം ഞാൻ നിനക്ക് തരുന്നുണ്ട്. പക്ഷെ ഈ അവതാരത്തിലല്ല, അടുത്ത ശ്രീകൃഷ്ണ അവതാരം വരുമ്പോൾ നിനക്ക് ഞാനൊരു ചാൻസ് തരാം. അങ്ങനെ ദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണ അവതാരത്തിൽ ഞാൻ ശ്രീകൃഷ്ണനായി ജനിക്കുമെന്നും അക്കാലത്ത് ശ്രീകൃഷ്ണനായ എന്നെ എല്ലാ ആൾക്കാരും കണി കാണാനായിട്ടൊരു സുദിനം ഉണ്ടാക്കും. ആ സുദിനത്തിൽ എന്നെ കാണുന്നതിന് മുമ്പേ തന്നെ നിന്നെയായിരിക്കും എല്ലാ സകല മാലോകരും കണി കാണുക. അതാണ് കൊന്നപ്പൂവ്. അപ്പോൾ ആ കഥ വന്നിട്ട് വീണ്ടും നമ്മുടെ ശ്രീകൃഷ്ണ അവതാര കഥയിലേക്ക് വരികയാണ്. ശ്രീകൃഷ്ണൻ അവതരിച്ചു.
ശ്രീകൃഷ്ണ ലീലകളെല്ലാം കൊണ്ടാടി ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെ ഉദ്ദേശവും നിറവേറി. അങ്ങനെ അവസാനം ശ്രീകൃഷ്ണൻ ചെന്ന് വിലയിക്കുന്നത് ഗുരുവായൂരാണ് എന്ന് പറയുന്നല്ലേ, ഗുരുവായൂരപ്പനായിട്ട്. അവിടെ ഗുരുവായൂര് ശ്രീകൃഷ്ണന്റെ ഒരു പരമഭക്തിയായിട്ടൊരു ഉണ്ണി ഉണ്ടായിരുന്നു അത്രേ. ആ പരമഭക്തിയായ ഉണ്ണിക്ക് ശ്രീകൃഷ്ണനെ കാണാമായിരുന്നു. കണ്ണന് ഉണ്ണിയെയും കാണാമായിരുന്നു, ഉണ്ണിക്ക് ശ്രീകൃഷ്ണനെയും കാണാമായിരുന്നു. അങ്ങനെ ആ ശ്രീകൃഷ്ണൻ ആ ഉണ്ണിക്ക് ഒരു സ്വർണ്ണാഭരണം അല്ലെങ്കിൽ മാല നൽകിയെന്നും ഈ സ്വർണ്ണാഭരണ മാല ഉണ്ണി വീട്ടിൽ കൊണ്ടുപോയെന്നും അവിടെ ഇല്ലത്ത് ഇത് വെച്ച് കണ്ടപ്പോൾ ഇവൻ എവിടുന്നോ ഇത് അടിച്ചെടുത്ത് മാറ്റിയതാണോ എന്ന ഒരു അപരാധം വീണ്ടും ഈ ഉണ്ണിക്ക് വരാനിടയായി. അത് ശ്രീകൃഷ്ണ ഭഗവാൻ കൊടുത്തതാണ് എന്ന് സ്ഥിരീകരിച്ചാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ആരും വിശ്വസിക്കില്ല. കാരണം എന്താ? ഉണ്ണിക്ക് മാത്രമേ ശ്രീകൃഷ്ണനെ കാണാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഉണ്ണി പറഞ്ഞു, ഇതെനിക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നതാണ്. ഉണ്ടായിരുന്ന നീ പറഞ്ഞത് കളവാണ് എന്നൊക്കെ സഹാരിച്ചപ്പോൾ ഒരു അശ്ലീലി ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇത് ഞാൻ തന്നെ ഈ ഉണ്ണിക്ക് പ്രദാനം ചെയ്താണെന്നും ഇത് കട്ടെടുത്തതൊന്നുമല്ല എന്നും നിങ്ങൾക്ക് തെളിവിനായിട്ട് നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന കൊന്നമരം ഇക്കാലത്ത് അത്രയും പൂക്കാതെ നിന്ന വൃക്ഷമാണ്. അപ്പം നാളെ ആ വിഷുസുദിനത്തിൽ നിങ്ങൾക്ക് ആ കൊന്നമരം സ്വർണ്ണപ്പൂക്കളാൽ ആവൃതമായി വിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാന്തിപ്രഭം കാണാൻ പറ്റുമെന്നും അശ്ലീലി ഉണ്ടായി. അങ്ങനെ ആ സുദിനത്തിലാണ് ഈ വിഷു. അതുകൊണ്ടാണ് പിറ്റേ ദിവസം ആളുകളെല്ലാം അത്ഭുതത്തോടെ വീക്ഷിച്ചു. ഈ കൊന്നപ്പൂ അല്ലെങ്കിൽ ഈ കൊന്നമരം പൂത്ത് നിൽക്കുന്നത് അന്ന് തൊട്ടാണ് അത്ര കൊന്ന കറക്റ്റ് വിഷു സുദിനത്തിൽ പൂക്കാൻ തുടങ്ങിയത് എന്ന്. ഇതൊക്കെ ഐതിഹ്യ കഥകളാണ്. വ്യാസ ഭഗവാൻ മഹാഭാരതം മുഴുവൻ എഴുതി കഴിഞ്ഞ് പറഞ്ഞ പോലെ ഏതത് കഥായാം നത് പാരമാർത്ഥികം എന്ന് പറഞ്ഞില്ല. ഇതൊക്കെ കഥയാണ് കൂട്ടരെ, പാരമാർത്ഥികമായി പോകണമെന്ന്. അതുപോലെ കഥയിലൂടെ ദൃഷ്ടാന്തം അല്ലെങ്കിൽ ആത്യന്തിക സത്യം കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കഥകളൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചാൽ നമുക്കതിനെ വ്യക്തമായൊരു മറുപടി പറയാൻ പറ്റില്ല. എങ്കിലും ഇന്ന് കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം എല്ലാവരും ഈ ഐതിഹ്യ കഥയെ പിന്തുടർന്ന് കൊന്നപ്പൂവിനെയും അതുപോലെ വിഷുദിനത്തെയും ആവോളം ആഘോഷിച്ചു പോരുന്നു. അക്കൂട്ടത്തിൽ നമുക്കും പങ്കുചേരാം. കാരണം മാനസിക ഉല്ലാസം തന്നെയാണ് ഇതെല്ലാം. പിന്നെ ഈ വിഷുക്കണി ഒരുക്കുന്നത് നമ്മൾ ഏറ്റവും വെക്കേണ്ട അത്യാവശ്യമായ 3 കാര്യങ്ങളെക്കുറിച്ച് മാത്രം പറയുന്നു. വേറെ ചക്ക മാങ്ങ ഇന്നിപ്പോൾ കൂടുതൽ ഐറ്റം കൂടി വരികയാണ് ഓരോ വർഷവും അല്ലേ. മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കാണപ്പെടുന്ന നമുക്ക് പരിചയമില്ലാത്ത പഴങ്ങളെ പോലും നമ്മൾ വിഷുക്കണിയിൽ കണ്ടുവരുന്നുണ്ട്. ഇപ്പം കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിലും സമൃദ്ധിയുടെ ദിവസമാണല്ലോ. എങ്കിലും ഈ കഥയെ പിൻപറ്റിയിട്ട് നമുക്ക് വിഷുക്കണി ഒരുക്കുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടത് ഒന്ന് ഒരു ശ്രീകൃഷ്ണ ഫോട്ടോയോ വിഗ്രഹമോ, മറ്റൊന്ന് ഉണങ്ങലരി, മറ്റൊന്ന് കൊന്നപ്പൂവ്. ഇത് നിർബന്ധമാണ് ഒരു ഉരുളിയിൽ വയ്ക്കുന്നത്. ഇനി ഈ വിഷുക്കണി നമ്മൾ വീട്ടിലാണോ ഒരുക്കേണ്ടത്, ക്ഷേത്രത്തിലാണോ ഒരുക്കേണ്ടതെന്നൊക്കെ കുറേ പേര് തർക്കിക്കാറുണ്ട്. ആ ചോദ്യത്തിൽ തന്നെയുണ്ട് അതെവിടെയാണ് ഒരുക്കേണ്ടതെന്ന്. കാരണം വിഷു ദിനത്തിൽ നമ്മൾ ഉണർന്നാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതീകമായ പ്രതിമയെയും അല്ലെങ്കിൽ ഫോട്ടോയെയും ശ്രീകൃഷ്ണനാൽ പ്രദാനം ചെയ്യപ്പെട്ട ആഭരണമായിരിക്കുന്ന കൊന്നപ്പൂവിനെയുമാണ് നമ്മൾ കണി കാണാൻ ആഗ്രഹിക്കുന്നത്. അത് വീടുകളിൽ തന്നെയാണ് ഒരുക്കേണ്ടത്. പിന്നെ ഇന്ന് എല്ലാവരും കുറുക്കുവഴിയുടെ ആൾക്കാർ വീട്ടിലൊക്കെ ഇത് പെറുക്കിപ്പെട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. വേഗം ക്ഷേത്രത്തിൽ ചെന്നാൽ വിഷുക്കണി കാണുകയും ചെയ്യാം, അവിടുന്ന് 1 രൂപയുടെ അല്ലെങ്കിൽ ഒരു നാണയത്തൊട്ട് കിട്ടുകയും ചെയ്യാം. ഇതൊക്കെ ചെയ്തിട്ടും ആ ഒരു വർഷം പിന്നെ എന്തുകൊണ്ടാണ് അഭിവൃദ്ധി ഉണ്ടാവാഞ്ഞത് എന്നൊക്കെ ചോദ്യങ്ങളുണ്ട്. പക്ഷേ അഭിവൃദ്ധി തീർച്ചയായിട്ടും തന്നെ ഉണ്ടാവും. അത് നിങ്ങൾ ഭഗവാനെ കാണേണ്ട രീതിയിൽ വിഷുദിനത്തിൽ കാണാത്തത് കൊണ്ടാണ്. കാരണം ഈ വിഷുസുദിനത്തിൽ മാത്രമൊന്നുമല്ല, എല്ലാ ദിവസവും ഉണരുമ്പോൾ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ കണി കാണുന്നവരുണ്ട്. നമ്മൾ ആ ഒരു ദിവസം മാത്രം കാണാൻ ശ്രമിക്കും, അത് നേരെ ചൊവ്വേ കാണും, അതുമില്ല. അപ്പോൾ ഇവിടെയാണോ കാണേണ്ടത് അവിടെയാണോ കാണേണ്ടതെന്ന് വെച്ചാൽ എല്ലായിടവും ഞാനുണ്ടെന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
പണ്ട് കാലത്തൊക്കെ അമ്പലം വീട് തന്നെയായിരുന്നു, അല്ലെങ്കിൽ വീടുകളിൽ തന്നെയായിരുന്നു ആരാധന നടത്തിയത്. പിന്നീടാണ് അത് ലോപിച്ച് ക്ഷേത്രങ്ങളിലേക്ക് മാറ്റപ്പെട്ടത് എന്നുള്ളത്. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ മധുരയിലൊക്കെ പോയി ചെന്ന് കഴിഞ്ഞാൽ അവിടെ മധുര നിവാസികളെ സംബന്ധിച്ചോളം അവരുടെ ക്ഷേത്രം വീട് തന്നെയാണ്. അവർ എല്ലായിടവും എവിടെയും ശ്രീകൃഷ്ണ ഭഗവാനെ കണി കാണുന്നവരാണ്. എന്ത് ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയാലും ഒരു ഭാഗം ശ്രീകൃഷ്ണ ഭഗവാനെ മാറ്റിവെക്കുന്നവരാണ്. നമ്മളിത് അമ്പലങ്ങളിൽ മാത്രം കുടുങ്ങി, അല്ലെങ്കിൽ അവിടെ തന്നെ മാത്രമാണ്, അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ വിശ്വസിച്ചു പോരുന്നു. ഏതായാലും എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു. നിർത്തട്ടെ.